ആദ്യം ഓർക്കുന്നത്? ഉറപ്പായിട്ടും. കാരണം സാറാണ് എനിക്ക് നിയമസഭയിൽ ആദ്യമായി മത്സരിക്കാൻ അവസരം തന്നത്, എന്നെ സ്ഥാനാർത്ഥിയാക്കിയത്, KSUവിൻ്റെ പ്രസിഡൻ്റാക്കിയത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എന്നെ രാഷ്ട്രീയത്തിൽ കൈപിടിച്ചു കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സാറാണ്. സാറിനെ തന്നെയാണ് ആദ്യം ഓർക്കുന്നത്, വേറെ ആരുമല്ല. ഈ സ്വപ്നതുല്യമായിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഈ സമയത്ത്. ഈ സ്വപ്നതുല്യമായൊരു പദവിയാണ്. സ്വാഭാവികമായിട്ടും ഒരു ആക്ഷൻ പ്ലാനൊക്കെ ഉണ്ടാവുമല്ലോ. എന്താണ് ജനങ്ങളോട് ആദ്യം പറയാനുള്ളത്? അല്ല, തീർച്ചയായും അത് ആക്ഷൻ പ്ലാൻ ഉണ്ടാകണം. അത് പറയണമെങ്കിൽ ആദ്യം ഏത് വകുപ്പാണ് എന്ന് മനസ്സിലാകണം. അതിന് ഫൈനൽ കൺഫർമേഷൻ നാളെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് CM തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വകുപ്പ് അറിഞ്ഞതിന് ശേഷം നമുക്ക് ആ വകുപ്പിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഒക്കെ പങ്കുവയ്ക്കാൻ കഴിയും. PC വിഷ്ണുനാഥ് മാത്രമല്ല, ഒരു ടീമുണ്ട്. അപ്പോൾ ആ ടീമിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ എന്താണ്? ഒരു ടീം UDF ആണ് സ്വാഭാവികമായിട്ട്. അതിൽ പ്രത്യേകത ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരുണ്ട്. ആദ്യത്തെ തവണ വിജയിച്ചു വന്ന MLAമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വനിതകളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന ഒരു നല്ല സമ്മിശ്രമായ ഒരു ക്യാബിനറ്റാണ്. അപ്പോൾ പരിചയ സമ്പത്ത്, യുവത്വം, വനിതകളുടെ പ്രാതിനിധ്യം, സാമൂഹ്യനീതി എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് വന്നിട്ടുള്ളത്. ആദ്യം ആരെയാണ് വിളിച്ചത്? ആദ്യം ആരെയാണ് അറിയിച്ചത്? അതിങ്ങനെ സഹപ്രവർത്തകരെല്ലാം വിളിച്ചുകൊണ്ടിരുന്ന അവരോടെല്ലാം പറഞ്ഞു. മണ്ഡലത്തിലുള്ള ആൾക്കാർ വിളിച്ചു, പ്രവർത്തകർ വിളിച്ചു, അവരോടെല്ലാം സംസാരിച്ചു. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നല്ലോ, അപ്പം എല്ലാവരും വിളിക്കുകയാണ്.